ഇഷ്ടപ്പെട്ട എൻ്റെ ഡ്രസ്സ് ഏതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് അടുത്ത വീഡിയോ ഒക്കെ എത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ കറൻറ്റ്ലി വന്നിരിക്കുന്നുണ്ടല്ലോ എൻ്റെ ഫസ്റ്റ് ലൈറ്റിൻ്റെ ബണ്ടിൽ അങ്ങ് ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഏതാണ് കേസ് ഫസ്റ്റ് ലൈറ്റ് കേട്ടോ. എന്നാലും ഞാൻ ആദ്യമായിട്ട് എടുത്ത ലൈറ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ എൻ്റെ ഫസ്റ്റ് ലൈറ്റ്. ഓക്കെ, എന്തായാലും ആ ഒരു ബണ്ടിൽ ഇടാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ കേസ് അതുമായിട്ട് കുറച്ച് താരതമ്യമുള്ള ഒരു ഡ്രസ്സാണ് ഇപ്പോൾ കറൻറ്റ്ലി ഇട്ടിരിക്കുന്നത്. കൈതെറ്റി മാറിപ്പോയതാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലൈറ്റിൻ്റെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് മൈൻഡ് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ മാറിപ്പോയതാണ് കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോക്കകത്ത് എൻ്റെ ഫസ്റ്റ് ലൈറ്റ്, അതായത് ഞാൻ ആദ്യമായിട്ട് എടുത്ത ഫസ്റ്റ് ലൈറ്റിൻ്റെ എൻ്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുത്ത ആ ഒരു ലൈറ്റിൻ്റെ ഡ്രസ്സ് ഞാൻ അടുത്ത മാച്ച് കളിക്കാം കേട്ടോ. എന്നാൽ കേസ് ഞാൻ ഇറങ്ങിയ പാടുണ്ടല്ലോ, ഒരുത്തരാണെങ്കിൽ ഒരു ഗണ്ണും തേങ്ങയും വാങ്ങി ഒന്നുമില്ല നമ്മുടെ കൂടെ തന്നെ വിട്ടുണ്ടായിരുന്നു. അവനെ പരാഫൽ അടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മുടെ ആദ്യത്തെ കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കേസ് പടവെത്തി പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ പന്നം കൊളുത്തി പളന്നൊക്കെ കേട്ടില്ലേ, ആ ഒരു സ്കീമാണ്. അതായത് നമുക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നല്ല കില്ലും കൊടുത്തിട്ട് ഗണ്ണില്ല, അതേപോലെ ബുള്ളറ്റൊക്കെ ഒരു തേങ്ങ മാങ്ങി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് കേസ് എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. നേരെ പോയിട്ട് ആ ബോസിനുണ്ടല്ലോ ചുമ്മാ അങ്ങ് വിളിച്ചെണീപ്പിക്കാൻ വേണ്ടി പോകും. അളിയാ നമുക്ക് ചുമ്മാ കളിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് വിളിച്ചെണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബുള്ളറ്റൊന്നും ആവശ്യം വരത്തില്ല. നേരെ അതിനെ ആക്കിയിട്ട് ശേഷം ഉണ്ടല്ലോ ആ വീട്ടിനകത്ത് കയറിയിട്ട് ഹെഡ് മാത്രം നോക്കി പട്ടപ്പട്ടേന്ന് വെടി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഉള്ള ബുള്ളറ്റിൽ നമുക്ക് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവൻ്റെ ഇത് കുറേ കിടുമ്പോഴത്തെ ഗണ്ണുകളൊക്കെ വാരി കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും പരാഫൽ നമ്മളെ തേച്ചു. അന്നേരം കുഴപ്പമില്ല. ഉള്ള ആ ഒരു ലോഞ്ചർ വെച്ച് കില്ലെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും കേസ് ഓടി പോകുമ്പോൾ ഉണ്ടല്ലോ എരുമിയുടെ വായിലേക്കൊക്കെ അവൻ ആ പിസ്റ്റലൊക്കെ വെച്ചിട്ടാണ് കേസ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും അവിടുന്ന് ഒരു രക്ഷപ്പെട്ട് നമ്മളുണ്ടല്ലോ മില്ലിലേക്ക് പോകുന്ന നമ്മുടെ ആ ഒരു ക്ലോക്ക് ടവറിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ അടിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കി. പക്ഷേ സെൽഫ് റിവൈവലിന് ഒരു അര സെക്കൻഡ് സംതിങ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു ടൈമിൽ നമ്മൾ നേരെ ഉണ്ടല്ലോ പൊങ്ങിയപ്പോഴത്തേക്ക് കേട്ടോ നമ്മൾ നേരെ വിഷുടിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ ആ ഒരു ഫാക്ടറി ടോപ്പിലേക്കാണ് കേട്ടോ. എനിക്ക് പണ്ടത്തെ ഫാക്ടറി ടോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നളിയ എത്ര പേരായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം കേസ് അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കേസ് അമരല്ലോ ഗണ്ണും വാങ്ങി ഒന്നുമില്ലാതെ കയ്യും കെട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും കേസ് നമ്മൾ പിസ്റ്റലും വെച്ച് കയറിച്ചിരുന്നത്. ഏതാ കളി കേട്ടോ. എന്തായാലും വന്ന് നോക്കുമ്പോഴത്തേക്ക് കേസ് ഒരുത്തും താണ്ട് അവിടെ ഇരിക്കുന്നു. അവൻ്റെ ഗണ്ണുണ്ട് ഗൈസ്. എൻ്റെ അളിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി അവനെ നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിലോ നമ്മളവിടെ പടമായിരുന്നേനെ. അവൻ്റെ MP5ഉം അതേപോലെ XM8ഉം എല്ലാ ഗണ്ണും അവൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. വൈദ്യുതി ആ ഒരു ഗണ്ണുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ആ ഒരു ടാങ്കിൻ്റെ താഴെയാണ് 2 പേര് ഗൈസ്. 2 പേര് ഒരു ഗണ്ണും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നീ എന്നെ അടിക്കുവാടാ ഞാൻ നിന്നെ അടിക്കുവാടാ എന്നൊക്കെ അവർ തൊട്ടും തലോടെയും കളിക്കൂടി. എനിക്ക് വന്ന ദേഷ്യം കാര്യം ഞാനിവിടെ ജീറോ എടുക്കുന്ന സമയത്ത് അമർ തമ്മിൽ അങ്ങനെ കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പട്ടി വില പോലെ അമർ തിന്നില്ലടാ. എന്തായാലും അമാറെ നോക്കുന്ന സമയത്ത് കേസ് MP5 കാരണം എല്ലാം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. നമ്മളുള്ള MP5 സാധാരണ MP5 ആയതുകൊണ്ടുണ്ടല്ലോ ആ ഒരു ലെവൽ 2 സാധനം ചുമ്മാ അങ്ങ് എടുത്തേക്കാം. കുറേ കാലമായി കേസ് നമ്മൾ ഈ ഒരു ഫാക്ടറി ടോപ്പിൽ നിന്ന് ആൾക്കാരെ കണ്ടിട്ട് പോയിട്ടൊരു കില്ലെടുക്കുന്ന തന്നെ കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കുറേ കാലത്തിന് ശേഷമാണ്. കാര്യം നമ്മുടെ ഫാക്ടറി ടോപ്പ് മൊത്തത്തിലങ്ങ് മാറിയതിന് ശേഷം ഉണ്ടല്ലോ ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ എനിക്കൊരു മൈൻഡ് കിട്ടാറില്ല. ബട്ട് കേസ് കുഴപ്പമില്ല. കിട്ടില്ല പോലെ അടിച്ചിട്ട് നമ്മളുണ്ടല്ലോ മൊത്തം 3 കില്ല് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മണ്ടക്കൊന്നും ആരും ഇറങ്ങിയിട്ടില്ല. ഡേയ് ഫാക്ടറി ടോപ്പ് ഒന്നും ആർക്കും വേണ്ടേ. പറ്റുവാണെങ്കിൽ കേസ് ഞാൻ ഒരു കാര്യം ചെയ്യാം. അതായത് ഒരു റൂം കണ്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് എല്ലാവരും കൂടെ ഫാക്ടറി ടോപ്പിൽ ഇറങ്ങി താട്ടാകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈവ് ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഫണ്ണി കണ്ടന്റ്സ് നമുക്ക് എടുക്കാം കേട്ടോ. എന്തായാലും താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു എനിമി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ കുന്തവേദം എന്നറിയാതെ അവരെ ആരെങ്കിലൊക്കെ വന്ന് വാടകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചുമ്മാ അവിടെ കൈയും കെട്ടി നോക്കുകയായിരുന്നു. ഞാൻ ചാടി വരുന്ന സമയത്ത് തന്നെ സമയം അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവനിൽ നിന്ന് നമുക്കുണ്ടല്ലോ MP40 കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ XM8 ഓൾറെഡി നമ്മുടെ ഇരിപ്പുണ്ട്. കാര്യം XM8 ഇപ്പോൾ കുറച്ച് പവർ കൂടുതലാണ് നിങ്ങൾക്ക് അറിയാലോ. കാര്യം ഇവൻ്റെ ഒക്കെ ഉള്ള സമയത്ത് ഏത് ഗണ്ണാണ് ഇവൻ ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഗണ്ണിന് കുറച്ച് അധികം പവർ ഉണ്ടല്ലോ നമ്മുടെ ഗണ്ണക്കാർ കയറ്റി അങ്ങ് വെക്കും. സോ അത് കണ്ടിട്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ അവസാനത്തെ പവറാണെന്ന്. ഒരിക്കലും അല്ല, അവർ കുറച്ച് ഇവരെ കുറഞ്ഞു കേട്ടോ. എന്തായാലും ആ ഇവന്റ് ഉള്ളിടത്തോളം കാലം നൈസ് കേസ് നല്ല പവർ ആയിരിക്കും. എന്നാലും അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമുക്ക് ശ്രമിക്കാം കേട്ടോ. എന്തായാലും ഫാക്ടറി തന്നെ കേസ് നമുക്ക് അത്യാവശ്യം ലൂട്ട് കൂടുതൽ സെറ്റ് ആക്കണം. ഒന്നാമത്തെ നമുക്ക് പവറാക്കി കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാര്യം XM8നെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ ഞാൻ അധികം വിശ്വാസം കൊടുക്കുന്നില്ല. അതുമാത്രമല്ല ഇതിനകത്തുള്ള പുതിയൊരു ഗ്രനേഡ് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ ഫ്ലാഷ് ഫ്രീസ് പോലത്തെ ഒരു സാധനം, അതായത് പട്ട ചുമ്മാ പൊട്ടിക്കൊണ്ടേ ഇരിക്കും. അതിനകത്ത് വിട്ട എനിമീസ് ഒക്കെ ഉണ്ടല്ലോ ചുമ്മാ കേസ് ലൈഫ് പോയി മൂഞ്ചി തെറ്റി കിടക്കുന്ന കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. എന്തായാലും ഇത്രയും നേരമായിട്ട് കേസ് നമുക്കൊരു എനിമിനെ പ്രോപ്പർലി ഒരു 1v1 പോലെ നമുക്ക് കിട്ടാത്തതുകൊണ്ടല്ലോ ഒരു ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ആ ഒരു സാധനം എന്തായാലും ആവശ്യം വരും. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ ആ ഒരു കില്ലിങ് എടുത്തേക്കാം. പിന്നെ മാത്രമല്ല കേസ് നമ്മളുള്ള നേരത്തെ നമ്മളെ കൊന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ അവന്മാരൊക്കെ നൈസർ കേസ് മിക്കവരും ഇവിടെ തന്നെ കാണാൻ ഞാൻ വളരെ കൂടുതലാണ്. കാര്യം ഞാൻ ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ ഫാക്ടറിയുടെ തൊട്ട് സൈഡ് തന്നെയല്ല, ഞാൻ നേരത്തെ ചെത്തത് ക്ലോക്ക് ടൗണിന്റെ സൈഡിലായതുകൊണ്ട് 2ന്റെ ഇടയ്ക്ക് വരുന്ന എനിമീസ് ആയിരിക്കും നമ്മളെ നേരത്തെ ചൊറിഞ്ഞിട്ടുണ്ടാവും. ആ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ് അണ്ണാക്കിലിടിക്കുന്ന റേഞ്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഏതായാലും ഹിറ്റ് ലിസ്റ്റ് പിടിച്ച് നമ്മൾ പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഓക്കെ അവരെവിടെ
വേണ്ടി നിൽക്കുമല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക കൊച്ചു കള്ള. ഡേയ് നിനക്കൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞ പിന്നല്ല ഞാൻ കഷ്ടപ്പെട്ട് ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് അവൻ ഓടുക മുണ്ടുമൊക്കെ ഓടി അപ്പുറത്തെ പറമ്പിലേക്ക്. എന്ത് കാര്യം ഇരിക്കുന്നു അങ്ങ് ചത്ത് തരുവന്നല്ലാണ്ട് അവർക്ക് വേറെ എന്തോ പണിയുള്ളത്. എന്തായാലും ആ ഒരു ഹിറ്റ് ലിസ്റ്റ് തപ്പാണ് കേസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ മിക്കവാറുണ്ടല്ലോ ആ ഒരു ഡ്രോപ്പ് നൈസായിട്ടുണ്ടല്ലോ നിന്നിലൂട്ടോളോ പ്ലാനിലാന്ന് തോന്നുന്നുണ്ടേ. ഒരുത്തൻ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് അവൻ ഇവിടെ നിന്ന് ആരും അറിയാതെ ലാലാലാല പാട്ടൊക്കെ പാടിക്കൊണ്ട് ഡ്രോപ്പിൽ ഊട്ടിക്കൊണ്ടിരിക്കട്ടെ. നിനക്ക് നാണം ഉണ്ടോടാ? എനിക്ക് മനസ്സിലാവാത്ത നിനക്ക് നാണം ഉണ്ടോ? എന്തായാലും കേസ് അവനോട് ഡ്രോപ്പൊക്കെ ലൂട്ടിയിട്ട് പയ്യെ പോകുന്ന സമയത്തുണ്ടല്ലോ അവനെ അടിക്കാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. സോ ഒന്ന് സ്കോപ്പ് ചെയ്തൊക്കെ നോക്കി അവനെ കാണുന്നൊന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ഹിറ്റ് ലിസ്റ്റിന്റെ ആ ഒരു മാർക്കും പോയിട്ടുണ്ടായിരുന്നു. ദൈവമേ ഇനി അവനെ എങ്ങനെ കിട്ടും, അവരെ കിട്ടിയില്ല ശരിയാതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മേളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്ക് മേളിലേക്ക് വരുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി മറ്റേ എന്താണ്ട് ആ കൊച്ചു കളൻ അവിടെ നിന്ന് ഡ്രോപ്പ് ലൂട്ട് നമ്മളുണ്ടല്ലോ നൈസായിട്ട് ലൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് വേറൊരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് വായിക്കൂടെ എൻ്റെ ഇതിനെ കൂടെ കാലിനിടയിൽ കൂടെ ആ ഓട്ടോ പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓപ്പൺ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും അടിച്ച് ഇഞ്ചിയാക്കി എന്നെ ഭിത്തിമേ മാലിട്ട് തൂക്കും, ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നേരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുന്ന എനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമുക്ക് ഈ ഒരു മാച്ചിനകത്ത് ഇനി 16 പേര് മാത്രമേ അലയേ ഉള്ളൂ, 15 എലിമീസും ബാക്കിയുണ്ട്. സോ നമുക്ക് മാക്സിമം ഈ ഒരു മാച്ചിനകത്ത് ബോയി അടിക്കുക അവളുടെ ഒറ്റ മൈൻഡിലാണ് നിൽക്കുന്നത്. കാര്യം സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെ ഉണ്ടല്ലോ ബോയി അടിച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ പവർ ആയിരിക്കുമല്ലോ കേസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ഉണ്ടല്ലോ അതൊക്കെ കളിക്കുന്ന കളി മൊത്തം ബോയി അടിച്ച് മസ് കാണിച്ച് നല്ലൊരു പ്രൊഫൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ മാത്രമല്ല കേസ് അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി വീഡിയോ ഒക്കെ തോന്നത്തില്ലേ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ കേസ് അതായത് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റെഡീം കോഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ അതിനുവേണ്ടി കേസ് ഒറ്റ കാര്യം ചെയ്താൽ മതി, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ റെഡീം കോഡ് ഉണ്ടായിരിക്കും, അത് മാക്സിമം ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ആ ഒരു റെഡീം കോഡ് റെഡീം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും എടുക്കാതെ ഡ്രോപ്പ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. സോ ഒന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട് ഗൈസ് നമ്മുടെ എൽ ഷേപ്പിന്റെ താഴെ ഒരുത്തനാണെങ്കിൽ വന്ന വരവ് ഒക്കെ അവനാ വന്ന വരവിന് ഒരു ഒറ്റ ഞെക്കിപ്പിടുത്തമായിരുന്നു. അതിൽ തീർന്നു വിചാരിച്ച പക്ഷേ ഗൈസ് കുഴപ്പമില്ല, നമ്മുടെ MB40 ആയതുകൊണ്ട് എത്ര ഞെക്കിപ്പിടുവാണെങ്കിൽ നമ്മൾ താങ്ങും. അതുകൊണ്ട് നൈസർ കേസ് ആ ഒരു ഇതിൽ എസ്കേപ്പ് ആവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ M60 ആണെങ്കിൽ കേസ് നമുക്ക് XM8 മാറ്റിയിട്ട് M60 എടുത്തിട്ടുണ്ടായിരുന്നു. M60 നമുക്ക് 3 ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ M60 എടുത്തിരിക്കുന്നത്. ഇരുന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ ആ ചുമ്മാ അങ്ങ് തീപ്പായ ഒന്നും പറയാനല്ല കേട്ടോ, അത് വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ ജസ്റ്റ് ലെവൽ 2 ആയ സമയത്ത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഹൊറിസിലിനൊക്കെ കിട്ടുമായിരുന്നു. കുഴപ്പമില്ല, ഹൊറിസിലല്ല, നമുക്ക് അടുത്ത മാച്ച് നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലൊക്കെ തപ്പി പിടിക്കാറുണ്ട്. നമ്മൾ വേറെ സോണിലേക്കാണ് ഓടിക്കയറാൻ വേണ്ടി നോക്കുന്നത് കേസ്. നമ്മളിപ്പോൾ കറണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ മുമ്പത്തെ മാച്ചിനൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വട്ടം സോണിപ്പെട്ട് മൂഞ്ചിച്ചെത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും സോണിപ്പെട്ട് മൂഞ്ചിച്ചാകാതിരിക്കാൻ വേണ്ടി ഉണ്ടല്ലോ അതിൻ്റെ സോണിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ സേഫ് ആയിട്ട് സ്ഥലം പിടിക്കണം. പിന്നെ നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ക്ലോക്ക് ടവറിലേക്കാണ്. നമ്മൾ ആദ്യം ഈ ഒരു മാച്ച് തുടങ്ങിയ സമയത്ത് പുഴുത്ത് എത്ത സ്ഥലമില്ലേ ഗൈസ്, ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കറണ്ടിൽ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും മേളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുത്തരാണല്ലോ കാറൊക്കെ വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ M60യുടെ പവറൊക്കെ ഉണക്കിയിട്ട് ഏതാ അടി ഗൈസ്, ഏതാ അടി. അവിടെ വേറൊരു എനിമിയുടെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അടിയല്ല, മറ്റേ എനിമിയുടെ അടികൊണ്ടാണ് അവൻ ഗ്ലൂ ആയിട്ടത്. എന്നിട്ട് പിന്നെ ഗൈസ് എനിക്ക് ബാക്ക് ചെയ്യുന്നുണ്ടല്ലോ നൈസായിട്ട് ആ ഒരു കില്ലും കൂടെ കിട്ടി നോക്കുമ്പോഴത്തേക്ക് ഗൈസ് 6 കില്ല് ഈ ഒരു മാച്ചിൽ അത് ചുമ്മാ പഴം പോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതാ കളി അല്ലേ. വലിയ മുമ്പോട്ട് വന്ന സമയത്ത് ഗൈസ് നമ്മളുണ്ടല്ലോ വീടിൻ്റെ അല്ല ആ ഒരു വീടിൻ്റെ ജനലിൽ കൂടെ നമ്മളെ ഒരുത്തർ അടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ വെച്ച് ഡാമേജുകളൊക്കെ കൊടുക്കണമെങ്കിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ തല പോലും പുറത്തിട്ടിട്ട് ഒരു മാങ്ങയാവും പുറത്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു പുറത്തിട്ടിടത്തേക്ക് അവർ അടിക്കായിരുന്നു കേട്ടോ. അതിന് നോക്കുമ്പോഴത്തേക്ക് വണ്ടി പിടിച്ചൊക്കെ നമ്മൾ അടിക്കാൻ വേണ്ടി ഒരുത്തം കയറുന്നുണ്ടായിരുന്നു. അവൻ്റെ റിവേഴ്സ് ഗ്ലൂ ചാവടാ നീ, അവനാണ് കേസ് ഗ്ലൂ ആളാക്കി ഇടുന്നത്. എന്തായാലും ഇനി ഒരു ഒറ്റ അടി കൂടെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചാവുന്ന ഉറപ്പുള്ള കാര്യമായിരുന്നുണ്ടല്ലോ. നൈസായിട്ട് കേസ് പെടുന്നുണ്ടല്ലോ ഒരു സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്ത് നമ്മുടെ വെസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്തു. ഞാൻ പവർ ഓൺ ആക്കി ഒന്ന് അടിച്ചു നോക്കി, അവൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുക്കാമല്ലോ എന്ന്. അപ്പോഴേക്ക് മനസ്സിലായി ഇത് എനിക്കിട്ടുള്ള പണിയാണല്ലോ എന്നൊക്കെ. അവൻ ഗ്രനേഡ് ഇരുന്ന് കുക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഗ്ലൂ വാളൊക്കെ അടിച്ച് പൊട്ടിച്ച് നൈസായിട്ട് 2 ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് ഞാൻ അവനുണ്ടല്ലോ നൈസായിട്ട് കേസ് അവിടെ നിന്നും മാറാനുള്ള ഒരു മൈൻഡിലാണ് ഞാൻ നിന്നത് കേട്ടോ. കാര്യം ലൈഫ് ഒന്നാമതേ ഇല്ല, പിന്നെ അമ്മമാരുടെ കൈക്കിട്ട് മൂഞ്ചിച്ചാകുന്നത് അങ്ങനെ ധാരുണമായിട്ട് മൂഞ്ചിച്ചാകുന്നതേ നല്ലത്. ഓടി രക്ഷപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. അച്ഛനെ സ്വാമി കത്തോടെ ഞാൻ ഓടുന്ന സ്ഥലത്തൂടെ പുല്ല് പോലും മുളക്കത്തില്ല, ഉറപ്പുള്ള കാര്യമാണ്. അമ്മാതിരി ഓട്ടമാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്, തിരിഞ്ഞു പോലും നോക്കാതെ ഏതാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഓടി ആ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല കേസ്, കാര്യം നമ്മൾ കയറി അടിക്കുന്നതിലല്ല കാര്യം, നമ്മൾ മാച്ച് അവസാനം വരെ നിൽക്കുന്നതിലാണ് കാര്യം കേട്ടോ. അപ്പോൾ ഇതുവേ വരുന്ന സമയത്ത് തന്നെ ഒരു എനിമിയെ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേനാണെങ്കിൽ ഉണ്ടല്ലോ സാനിറ്റിയുടെ പവറൊക്കെ യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ടാക്ടിക് പരമായിട്ട് എന്തൊക്കെ കളിക്കാൻ വേണ്ടി പറ്റുമോ അതൊക്കെ കളിച്ചിട്ടാണ് അവൻ സോളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കേസ് ലാസ്റ്റ് സോളിൽ എത്രമാത്രം പ്രഷറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു ക്ലോക്ക് ടവറിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ക്ലോക്ക് ടവറിൻ്റെ മണ്ടയ്ക്കുള്ള
ഒരു ബ്രൗൺ വീട്ടിലെ കേസ് അതിന്റെ മണ്ടയ്ക്ക് ഒരുത്തൻ ഏതാ പോക്ക് ക്രോണൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മുടെ 1060 ആയതുകൊണ്ട് ഇരുന്ന് വെടിവെച്ച് കേസ് നമ്മുടെ പവറും കൂടെ ഓൺ ആയിരുന്നു. കിട്ടില്ല പോലെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി നമ്മൾ 7 കില്ല് കേസ് 7 കില്ല് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കേസ് ഞാൻ പറയുന്നുണ്ട് ഒരു സീക്രട്ട് കോഡൊക്കെ കമന്റ് ചെയ്യലുണ്ട്. സോ ഞാനത് പറയും, നിങ്ങളത് കമന്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് മനസ്സിലാവും എത്ര പേര് നമ്മുടെ വീഡിയോയുടെ അവസാനം വരെ കണ്ടു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മാത്രമേ കേസ് നമ്മൾ ഗിവ് അവേ ഒക്കെ നടത്തുന്ന കാര്യം പറഞ്ഞായിരിക്കുമല്ലോ. അത് ഒരു ദിവസം വന്നൊരു വീഡിയോക്കകത്ത് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ടിട്ട് നിൽക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മാക്സിമം എല്ലാവരും വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്തുന്നേരം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 മില്യൺ സൂൺ എന്ന് വെച്ചാൽ എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നോക്കാലോ ഇത്ര നേരം എത്ര പേര് നമ്മുടെ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടു നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ ശ്രമിക്കുക ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇത്ര നേരം വീഡിയോ കണ്ടിട്ട് പിന്നെ ലൈക്ക് എത്ര മടിയാ, നിന്റെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല. മര്യാദയ്ക്കല്ലാണ് ലൈക്ക് ചെയ്ത് പവർ കാണിച്ചു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും ലാസ്റ്റ് സോണിലേക്ക് പോയിരിക്കുകയാണ് കേസ് നോക്കുമ്പോഴത്തേക്കും 4 ആൾക്കാർ ഇനിയും മാത്രമേ അറിയേ ഉള്ളൂ. സോ ഈ വീട്ടിലേക്ക് ആരും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, മൊത്തം ഇട്ടൊക്കെ പൊതിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഈ ഗ്രനേഡ് വന്നു കഴിഞ്ഞാൽ പൂച്ചിരിക്കും കേട്ടോ. താഴെ എനിമിയല്ലേ. എന്തായാലും ഒരു എനിമിനെ കണ്ടപ്പോഴത്തേക്ക് കേസ് നല്ല കിടിലം പോലെ അടിച്ചിട്ട് അവനെ നൈസായിട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്ക് കേസ് വേറെ എനിമിയോടെ കയറി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു 1v1 സിറ്റുവേഷൻ ആണ് കേസ്. എന്ത് നടക്കാം, എവിടെയും നടക്കാം, എന്തുവാണെങ്കിലും സംഭവിക്കാം. ഒരു കിടിലം പോലത്തെ മാച്ച് കേട്ടോ. എന്തായാലും ലാസ്റ്റിലാണല്ലോ ഒറ്റ എനിമി മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഞാനും എൻ്റെ അളിയ എന്തുമായിരിക്കും അവസ്ഥ. അവനെയാണ് കാണുന്നില്ലല്ലോ, അവൻ എവിടെയാണ് നിൽക്കുന്നില്ല. പൊന്നു മോനെ ഒളിച്ച് നിൽക്കാതെ വേഗം കയറുക. ഇങ്ങനെയുള്ള സമയത്താണ് ഇപ്പം ടെൻഷനും പ്രഷറൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഒറ്റ എനിമിയേ ഉള്ളൂ. അവരെവിടെയാണെന്ന് എനിക്ക് കാണത്തുമില്ല. സ്കാനർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അതിനകത്ത് അവനെ കിട്ടുന്ന ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് കിട്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്നായിരിക്കും അവൻ മുമ്പ് വരുന്ന സമയത്ത് ഞാൻ പറയ്ക്കും എന്തൊക്കെ പറഞ്ഞ കാറിന് വരത്തില്ലേ. സോ ആ ഒരു അവസ്ഥയിലായിരിക്കാൻ വേണ്ടിയാണ്. അവൻ എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഐസ് ഉണ്ടല്ലോ സ്കാനറൊക്കെ ഇട്ട് നോക്കിയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം നോക്കുമ്പോഴത്തേക്ക് ദാണ്ട് ഗൈസ് എരിവി നിൽക്കുന്നു. ഏതാ ആ ഒരു മരത്തിന് വാങ്ങി പ്രോപ്പർ കവിടത്ത് നിൽക്കുവാണ്. ഞാൻ മറ്റേ പവറിന്റെ മറ്റേ ഒരു സാധനത്തിൽ കുറച്ച് അവിടെ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് അവന്റെ പവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുണ്ടല്ലോ ആ ഒരു ഐറിസിന്റെ പവറും കൂടി യൂസ് ചെയ്ത് M62 വൺ ഓഫ് ദി ബെസ്റ്റ് സ്പ്രേ അടിച്ച് അണ്ണാക്കി കൊടുക്കുന്നൊക്കെ പറയല്ലേ, അമ്മാതിരി തന്നെയായിരുന്നു കേട്ടോ. ഏതായാലും എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിട്ടുമ്പോൾ വീഡിയോ എല്ലാം വീഡിയോ ഇട്ടാണ്.